ചലച്ചിത്ര നടി ഹണി റോസിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അശ്ലീല കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നവർക്കെതിരെ ഹണി അവസാനം കേസ് കൊടുത്തു. ഇപ്പോഴിതാ അതൊരു 60 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തു. ചില ബിസിനസ്സുകാരൻ കുടുങ്ങുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായി അഭിനയിക്കുന്നത്, മേക്കപ്പ് ചെയ്യുന്നത്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വരുന്നത് സിനിമാക്കാരാണ്. മേക്കപ്പ് ഇല്ലാതെ ഒരു സിനിമാക്കാരനെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കാണുന്ന മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ, സിദ്ദിഖ് അടക്കമുള്ളവർ അവരുടെ വിഗ് ഊരി വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്കറിയാമോ? അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. സിനിമയ്ക്ക് ഗ്ലാമർ വേണം, ഗ്ലാമർ ഉണ്ടാക്കുന്ന മേക്കപ്പ് വേണം. മേക്കപ്പ് പല രീതിയിലാണ്. അത് സിനിമയ്ക്കുള്ളിലെ സിനിമകളാണ്. സിനിമയെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ ഒരു നിമിഷം പോലും സൗന്ദര്യം ഇല്ലാതിരുന്നാൽ വല്ലാത്ത അവസ്ഥയാണെന്ന് ആലോചിക്കണം. ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ എന്തിന് ഷൂട്ടിംഗ് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവർ വേർപ്പൊപ്പി മേക്കപ്പ് ഇട്ടിട്ടാണ് മുലുകുന്നത്. അപ്പം അങ്ങനെ ഓരോ ഫ്രെയിമിലും തൻ്റെ സൗന്ദര്യം കൃത്യമായി കാണിക്കണം എന്നുള്ള വ്യഗ്രതയോടെ തന്നെയാണ് ഓരോ നടീനടന്മാരും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ബിഗ് സ്ക്രീനിൽ അവരെ കാണുമ്പോൾ പ്രേക്ഷകർ ആരാധിക്കുന്നു, കൈയടിക്കുന്നു. അപ്പോൾ വരുന്നത് തോന്നുന്നത് തങ്ങളുടെ യഥാർത്ഥ രൂപം പ്രേക്ഷകർ കാണാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾക്കിടയിൽ പ്രൊമോഷന് പോകുമ്പോൾ, ഉദ്ഘാടനത്തിന് പോകുമ്പോഴൊക്കെ അവർ വിത്ത് മേക്കപ്പായി പോകുന്നത്. അതാദ്യം പൊളിച്ചത് തമിഴ് സിനിമയുടെ രജനീകാന്ത് ആണെന്ന് ആലോചിക്കണം. രജനീകാന്ത് തൻ്റെ വേഷഭൂഷാദികളെല്ലാം മാറ്റിവെച്ച് യഥാർത്ഥ മനുഷ്യനായി പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ രജനീകാന്ത്. അതേ, രജനീകാന്ത് അന്ന് പറഞ്ഞു, ഇതാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ രൂപം, ഇതിലൊരു മേക്കപ്പ് ഇല്ല. ഞാൻ വേഷം കെട്ടുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നു, അത് ജീവിക്കാൻ വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളത്. അതിനെ തുടർന്നാണ് ചിലരൊക്കെ ചില സമയങ്ങളിൽ വിഗ്ഗൊക്കെ മാറ്റി കാണിക്കുന്നത്. ഇത് ആണുങ്ങളുടെ കാര്യം. സ്ത്രീകളെ സംബന്ധിച്ചോ, നടികൾക്ക് എന്നും ഗ്ലാമർ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം പുരുഷ നടന്മാരെ പോലെ കൂടുതൽ കാലം സിനിമയിൽ തിളങ്ങി നിൽക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഉള്ള സമയം തങ്ങളുടെ ആരാധകരെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രശസ്ത നടി ഹണി റോസിനെ കുറിച്ചാണെന്ന് ആലോചിക്കണം. ഹണി റോസ് സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് അവിവാഹിതയായി ജീവിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞാൽ, പ്രസവം കഴിഞ്ഞാൽ തൻ്റെ സൗന്ദര്യത്തിന് ഇടിവ് വരുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ആ രീതിയിലേക്ക് സഞ്ചരിക്കാത്തതെന്നാണ് അറിയുന്നത്. പക്ഷേ അവർ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ നിരവധി ഉദ്ഘാടനങ്ങൾക്ക്, വസ്ത്രമായാലും സ്വർണമായാലും എല്ലാത്തിനും ഉദ്ഘാടനത്തിന് പോയിക്കൊണ്ട് ഇപ്പോൾ എടുക്കുക കുറേ കാലമായിട്ട് ഹണി റോസിൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്ന ആലോചിക്കണം. ആരാധകർക്ക് അവർ ഇഷ്ടമാണ്. അവർ ആരാധകർക്കിടയിലേക്ക് പോകുമ്പോൾ സൗന്ദര്യം സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ്, ഇച്ചിരി ഗ്ലാമറൈസ് ചെയ്ത വേഷം കൊണ്ട് തന്നെയാണ് അവർ പോകുന്ന ആലോചിക്കണം. അതുകൊണ്ട് ഹണി റോസ് പങ്കെടുക്കുന്ന ആ വേദികളിലെല്ലാം ജനം തടിച്ചു കൂടുന്ന ആലോചിക്കണം. അങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചിലർക്കൊക്കെ ചില വേണ്ടാധീനം വാക്കുകൾ പറയാൻ തോന്നിയെന്ന് ആലോചിക്കണം. ഹണി റോസ് അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു കൂട്ടത്തിലല്ല എന്ന് ഞങ്ങൾക്കറിയാം. നമുക്കൊരു ഇൻ്റർവ്യൂ വേണമെങ്കിൽ അവർ സമ്മതിപ്പിക്കില്ല. ഇത് നമുക്ക് എന്തും വിളിച്ചു ചോദിക്കാമെന്നുള്ളതാണ്. പറഞ്ഞാൽ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചാൽ അവൾ അപ്പോൾ പ്രതികരിക്കും. ഈയിടെ കുറച്ചു കാലമായിട്ടൊരു വലിയ വ്യാപാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേറൊരു തരത്തിൽ തൻ്റെ ഗ്ലാമർ സൂക്ഷിക്കുന്നതാണ്. വേഷഭൂഷാദികളിലൂടെ ഗ്ലാമർ സൂക്ഷിക്കുന്നതാണ്. ഈ ഗ്ലാമർ സൂക്ഷിക്കുന്ന ഈ വ്യാപാരി വേറൊരു കാര്യമുണ്ട്. ചെഗുവേര എന്നുള്ള വിപ്ലവകാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകനാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നത് ബോച്ചെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആലോചിക്കണം. ബോച്ചെ എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, പലരും ധരിച്ചത് ചെഗുവേരയുടെ ചേയാണ് കൂടെ ഇരിക്കുന്നതാണത്. അപ്പോൾ അത് മനസ്സിലാക്കി. അങ്ങനെയല്ല പറഞ്ഞ, ബോബി ചെമ്മന്നൂരിൻ്റെയാണ് ബോച്ചെ, അതാണ് ബോച്ചെ. അത് ഇതിൻ്റെ ആരാധകർ പറഞ്ഞു ചോദിച്ചു ഇങ്ങനെ ചേർക്കുന്നത് നല്ലത്, അങ്ങനെയാണ് ബോച്ചെ. അപ്പോൾ അത് ഇദ്ദേഹത്തിന് തോന്നി, കൊള്ളാം,
ഒരു വിപ്ലവകാരിയുടെ പേര് കൂടി ചേർക്കുന്നത് അന്തസ്സാണ്. ആ അന്തസ്സ് ചേർത്തുകൊണ്ട് അതിൻ്റെ വേഷം നോക്കൂ, കോടാനുകോടികൾ സമ്പന്നനായ മനുഷ്യൻ. എന്തിനാണ് ഇങ്ങനെ? നമ്മൾ ഗാന്ധിജിക്ക് ഈ വേഷത്തിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് വല്ല നല്ല മുണ്ടും ഷൂട്ടും വാൻഡും കിട്ടുകൂടെ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. എന്ന പോലെ ഇത്രയും കോടാനുകോടീശ്വരനായ ഈ ബോച്ചയ്ക്ക് ഈ ഹാഫ് ഷർട്ടും എനിക്കൊരു വലിയ വില കുറഞ്ഞതിട്ട് നടക്കുന്നു പറഞ്ഞാൽ അന്ന് ലാളിത്യത്തിൻ്റെ രൂപമായിട്ടാണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷെ ലാളിത്യക്കാൾ ഉപരി മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ആ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുറച്ചു കാലമായി ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണ സ്ഥാപനങ്ങളിൽ ഹണി റോസ് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്, മറ്റു ചില സ്ഥലങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാറില്ല. അന്നൊക്കെ വളരെ അന്തസ്സായിട്ടാണ് ബോച്ചെ പെരുമാറിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈയിടെ അടുത്ത കാലത്തായി പല പരിപാടികൾക്കും പോകുമ്പോൾ ബോച്ചെ ഹണി റോസിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന രീതിയിലാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരിക്കുക മാത്രമല്ല, ചില സമയം ഓർക്കാപ്പുറത്ത് തോളത്ത് പിടിച്ചുകൊണ്ട് തിരിച്ചു നിർത്തുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. തനിക്കത് ഇഷ്ടമില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ബോച്ചെ അതൊരു നിസ്സാര കാര്യത്തിൽ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബോച്ചെ ഉള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും പിന്നീട് ഹണി റോസ് പങ്കെടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അതുമാത്രമല്ല, ബോച്ചയുടെ സ്ഥാപനങ്ങളിലേക്ക് ഇനി മുതൽ ഉദ്ഘാടനത്തിന് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ പങ്കെടുക്കില്ല. അപ്പോൾ ചോദിക്കും, എന്താണ് അദ്ദേഹം മോശമായി പെരുമാറിയെന്ന്. മോശമായി പെരുമാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെയ്തൊരു സംഭവം സ്ത്രീ വിരുദ്ധതയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വെറുതെ പറയുന്നതല്ല, നിങ്ങളത് കണ്ടു നോക്കൂ എന്നുള്ളതാണ്. അതിൻ്റെ ആ കണ്ടു നോക്കിയാൽ പറയാൻ പറ്റും. കാരണം കോഴിക്കോടിനും വയനാടിനും ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് ഈയിടെ ഹണി റോസ് ഉദ്ഘാടനത്തിന് പോയി. ആ ഉദ്ഘാടനത്തിൽ ബോച്ചയുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആ സ്ഥലത്ത് എടുക്കാറായപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ പരിപാടിയിലെ ഗസ്റ്റ് ബോച്ചെ ആണെന്നുള്ളത്. അവർക്ക് പിന്തിരിഞ്ഞ് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. കാരണം എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളതാണ്, പരസ്യം കൊടുത്തുള്ളതാണ്, അതുകൊണ്ട് പിന്തിരിയാൻ പറ്റില്ല. എന്തായാലും അവിടെ പോയപ്പോഴാണ് വളരെ വിചിത്രമായ മറ്റൊരു സംഭവം. അതിന് മുമ്പുണ്ടായ സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും. ഹണി റോസിന് എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും. കാരണം കുന്തിദേവിയെ പോലെയാണ് ഹണി റോസ് എന്നാണ് പറയുന്നത്. അതിന് മറ്റുള്ളവർ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ടാണ് വേറെയിൽ പറയുക. അതുമാത്രമല്ല, അവരിങ്ങനെ ഒരു കുന്തിദേവിയെ പോലെ എന്ന് പറഞ്ഞപ്പോൾ വേറെ ചില ആൾക്കാരെ, കാരണം അത് ഒരു പുരാണപരമായിട്ടുള്ള ദേവിയെ പോലെയുള്ള ഒരാളുടെ പേരാണ്, അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പോലും ചിന്തിച്ച് അതിനെതിരെ പ്രതികരിച്ചവരുണ്ടെന്ന് ആലോചിക്കണം. അത് പിന്നെ അങ്ങനെയൊക്കെ ഇല്ലാണ്ടായി. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും ഇതെല്ലാം ആവർത്തിക്കുക മാത്രമല്ല, ഈ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല, അവരെ തിരിച്ചു നിർത്തി. അതായത് തോളത്ത് പിടിച്ചുകൊണ്ട്, അവരപ്പം നെക്ലസ്സാണ് ഇങ്ങനെ അയച്ചിരുന്നത്. ഈ നെക്ലസ് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ തോളത്ത് പിടിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞു തിരിഞ്ഞു നിൽക്കൂ, ഇങ്ങനെ നിന്നാൽ മുൻഭാഗം മാത്രമല്ലേ കാണുകയുള്ളൂ നെക്ലസ്, പിന്തിരിഞ്ഞാൽ പിൻഭാഗവും നെക്ലസിൻ്റെ പിൻഭാഗവും കാണാൻ പറ്റുമുള്ള രീതിയിൽ ഒരു ജാതി പരിഹാസ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതാണ് സ്ത്രീത്വത്തിനെതിരെ ഏറ്റവും വലിയ ആയുധമായിട്ടിടുന്നത്. സ്ത്രീയുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല എന്നാലോചിക്കണം. സ്ത്രീയെ നിങ്ങൾ മോശമായുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് സഖികെട്ട് അവസാനം ഹണി റോസ് പറഞ്ഞു, ഇനി മേലാൽ ഒരു കാരണവശാലും ബോച്ചെ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്തും ഞാൻ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞു. മാത്രമല്ല, ഇത് ആവർത്തിച്ചാൽ താൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. തുടർന്നോ, ബോച്ചയോ പറഞ്ഞിട്ടാണോ അല്ലയോ എന്നറിയില്ല, കുറേ പേര് അശ്ലീലമായ കമൻറ്റുകളാണ് ഹണി റോസിനെതിരായിട്ടിരിക്കുന്നത്. ഈ അശ്ലീല കമൻറ്റുകളിൽ 10-30 പേര് സഹിക്കാൻ വയ്യാതെ ഹണി റോസ് കേസ് കൊടുത്തിട്ട് അതിന് അന്വേഷണം വന്നു. കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും 60 വയസ്സായ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ബോച്ചയും അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നൊരു സംസാരമുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. റേച്ചൽ എന്നുള്ള സിനിമ ഹണി റോസിൻ്റെ വരാനിരിക്കുകയാണ്. ഹണി റോസിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു കഥാപാത്രമാണ് റേച്ചൽ എന്ന് ആലോചിക്കണം. അവാർഡ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഹണി റോസിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മോശപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഈ കളി എന്തിനാണ്?
അവർ ഇങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ എന്താണ് സംഭവിച്ചത്, അവർ ഈ കാര്യങ്ങളെല്ലാം വള്ളി ഞാൻ പറഞ്ഞതുപോലെ തന്നെ വള്ളി ഇതുവരെ പറയുകയും ചെയ്തു. ഇനി ഞാൻ എല്ലാം മാറ്റി നിർത്തുക, എനിക്കൊന്നും നോക്കാനില്ല, ഇതുവരെ ക്ഷമിച്ചു. ഇനി എന്നെ മോശപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. അത് ഏത് വലിയവനായും ശരി, ഏതറ്റം വരെയും പോവും. എനിക്കിപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ സ്വപ്ന സിനിമയെ കൊണ്ടുവെടുക്കുക റേച്ചൽ എന്നുള്ള കഥാപാത്രമാണ്. ഞാൻ അതിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ മോശമായി പെരുമാറി ഒരുത്തനെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹണി റോസ് സംസാരിച്ച് വെച്ചത്.